ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ഈ ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് നമ്മളൊരു സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് ഈ ഫ്ലാറ്റുകളിലൊക്കെ പണിക്ക് പോകുന്ന എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഹല്ലേലൂയ. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഈ വചനത്തിൻ്റെ അത്ഭുതമായ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, വചനമാകുന്ന യേശുവിൻ്റെ നാമത്തിൽ തളർന്നിരിക്കുന്നവരുടെ മേൽ, ക്ഷീണിച്ചിരിക്കുന്നവരുടെ മേൽ, ഏതെങ്കിലും തരത്തിൽ പ്രയാസത്തിലിരിക്കുന്നവരുടെ മേലെല്ലാം ഈ വചനത്തിൻ്റെ ശക്തി വ്യാപരിച്ച് അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളും മാറിപ്പോകട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നിരാശപ്പെട്ട് കഴിയുന്നവർ, ഏതെങ്കിലും പ്രതികൂല സാഹചര്യത്തിൽ കഴിയുന്നവർ, അങ്ങനെയുള്ളവരെ എല്ലാവരും ഈ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ അവിടുന്ന് അഭിഷേകം പ്രാപിച്ച് എല്ലാ തിന്മയുടെ ശക്തികളും വിട്ടുപോകട്ടെ. ദൈവത്തിൽ ആശ്രയിച്ച് കൂടുതൽ ശക്തിയോടുകൂടി അവരുടെ ജീവിതത്തെ കരം പിടിച്ചുയർത്തുവാൻ കർത്താവിൻ്റെ ആത്മാവ് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.